welcome to my channel. അപ്പോൾ നമ്മളിതാ നമ്മുടെ നെക്സ്റ്റ് റിവിഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏത് ലെസനാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെൻറ്റ്സ് ആൻഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് മെനി ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ പ്രീവിയസ് ഇയേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന്. അതിൽ ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് മാറ്റിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ തരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതേപോലത്തെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്താ പിന്നെ ഏത് ലെവലിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. So the first question, the first ionization enthalpy of sodium is lower than that of magnesium, but its second ionization enthalpy is higher than magnesium. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ മനസ്സിൽ ആദ്യം വരേണ്ടത് എന്താണ്? അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് എ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം എൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. അതായത് ഇത് കുറേ തവണ പറഞ്ഞത് ഒരു ആറ്റത്തിന് എത്ര എനർജി കൊടുത്താലാണ് അത് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണ് പുറത്തേക്ക് പോകുക. അപ്പം അതാണ് അയണൈസേഷൻ എനർജി. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സോഡിയത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും കാര്യമാണ്. അപ്പം നമുക്കറിയാം സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്, അത് അറിഞ്ഞിരിക്കണേ, സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അവർ ആറ്റോമിക് നമ്പർ എഴുതുക, അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പോൾ നോക്കാം, ഇറ്റ് ഇസ് 1s2 2s2 2p6 2 4 6 + 4 10 3s1 ആണല്ലോ. അടുത്തത് മെഗ്നീഷ്യം ഇറ്റ് ഇസ് 12. ഓക്കെ, അപ്പം ഇതിൻ്റെ എന്താ 1s2 2s2 2p6 3s2. ഓക്കെ ആണോ? ഇനി നിങ്ങളോട് എന്താ ചോദിച്ചത്? ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് സോഡിയം ലോവറാണ്. നമുക്കറിയാം ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ സോഡിയത്തിന് എന്ത് കോൺഫിഗറേഷൻ കിട്ടും? അതായത് ഔട്ടർ മോസ്റ്റ്ലി 8 ഇലക്ട്രോൺ കിട്ടും. അപ്പം ഏതൊരു എലിമെൻറ്റിനും എന്തിനാണ് ഇൻട്രസ്റ്റ് ഉണ്ടാവുക? ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ഹാവ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ. സോ ഫസ്റ്റ് പോയിന്റ് എന്താ എഴുതേണ്ടത്? ദ ഫസ്റ്റ് ഇലക്ട്രോൺ ഫ്രം സോഡിയം ഇസ് റിമൂവ്ഡ് ഫ്രം 3s ഓർബിറ്റൽ ടു ഫോം Na+ അയോൺ which has a stable configuration of noble gas. അതായത് Na+ ആകുമ്പം ഇതിന് എന്തുണ്ടാവും? സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഓഫ് നോബൽ ഗ്യാസ്. സോ ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു റിമൂവ് ഫസ്റ്റ് ഇലക്ട്രോൺ, അതായത് ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ. അതുകൊണ്ടാണ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് സോഡിയം ഇസ് ലോവർ. ഇനി മെഗ്നീഷ്യത്തിൻ്റെ കേസ് എടുക്കുമ്പോൾ ഇറ്റ് ഹാസ് 2 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അപ്പം ഒരു ഇലക്ട്രോൺ പോയാലും അതിന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, അതിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി കൂടും. അതുകൊണ്ടാണ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് സോഡിയം ഇസ് വെരി ലെസ് ദാൻ ദാറ്റ് ഓഫ് മെഗ്നീഷ്യം. ഇനി ഇവർ പറയുന്നു ബട്ട് ദി സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ഹയർ ദാൻ മെഗ്നീഷ്യം. സോഡിയത്തിൻ്റെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എടുക്കുമ്പം ഇറ്റ് ഈസ് ഹയർ ആണല്ലോ. കാരണം Na+ ആയ സമയത്ത് സോഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്തായി? 1s2 2s2 2p6. ഇനി എവിടെ നിന്നാണ് ഇലക്ട്രോൺ പോകേണ്ടത്? അതായത് ഓൾറെഡി സ്റ്റേബിൾ ആയിട്ടുള്ള 8 ഇലക്ട്രോൺസ് ഉള്ള സ്ഥലത്തു നിന്നാണ് ഇലക്ട്രോൺ പോകേണ്ടത്. സോ ഫർദർ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ റിക്വയർ ഹൈ എനർജി ഇൻ കേസ് ഓഫ് സോഡിയം ബിക്കോസ് ഇറ്റ് ഹാസ് ഓൾറെഡി അറ്റൈൻഡ് ദി നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ. ഇൻ ദ കേസ് ഓഫ് മെഗ്നീഷ്യം ആദ്യം ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ Mg+ ആകുമ്പോൾ 3s1 ആയിട്ടുണ്ടാവും, 3s2 ഉള്ളത്. പിന്നെ അതിനും ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഓൾസോ അറ്റൈൻ ദി കോൺഫിഗറേഷൻ ഓഫ് നോബൽ ഗ്യാസ്. സോ ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് അയണൈസേഷൻ എനർജി സോഡിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറയും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ എന്ത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലും ആദ്യം എഴുതേണ്ടത് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, why potassium is considered as an S block element. അപ്പം നിങ്ങൾ ഇതേപോലെ പല ക്വസ്റ്റ്യൻസും ചോദിക്കും കേട്ടോ. P ബ്ലോക്ക് എലിമെൻറ്റിൽ എന്തിനാ അതിനെ പെടുത്തി, അല്ലെങ്കിൽ D ബ്ലോക്കിൽ എന്തിന് വന്നു എന്ന് തന്നെ. അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതേണ്ട പോയിന്റ് എന്താ പറയുക വെച്ചാൽ എലിമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ബ്ലോക്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ദി ആറ്റോമിക് ഓർബിറ്റൽ ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ്. ഫസ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ elements are classified into blocks or groups based upon the last electron enters into which type of atomic orbital. ഏത് ടൈപ്പ് ഓഫ് ആറ്റോമിക് ഓർബിറ്റലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. In the case of potassium, the last electrons enters in the s orbital. For this reason, it is considered as an s block element. P block ആണെങ്കിൽ ഇതൊന്ന് മാറ്റി പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ?
അപ്പോൾ 2 ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഇത് വേറെയും ക്വസ്റ്റ്യൻസിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ തരത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് പീരിയഡ് എലിമെൻറ്റ്സ് ഷോ എനോമലസ് ബിഹേവിയർ. നമുക്കറിയാം പീരിയോഡിക് ടേബിൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ഉണ്ട്? ഗ്രൂപ്പ്സ് ഉണ്ട്, പീരിയഡ്സ് ഉണ്ടല്ലോ. ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ വേർട്ടിക്കലി ആയിട്ടുള്ളതിനെ നമ്മൾ ഗ്രൂപ്പ്സ് എന്നും ഹൊറിസോണ്ടലി ആയിട്ടുള്ളതിനെ പീരിയഡ്സ് എന്നും പറയും. ഫസ്റ്റ് പീരിയഡ് ഉണ്ട്, സെക്കൻഡ് പീരിയഡ്. ഫസ്റ്റ് പീരിയഡിൽ വരുന്നത് ആരൊക്കെയായിരുന്നു? ഹൈഡ്രജനും ഹീലിയവും അല്ലേ? സെക്കൻഡ് പീരിയഡിൽ ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബേളിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ അങ്ങനെ പോകുന്നുണ്ട് അല്ലേ? അപ്പം ഇവരിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? സെക്കൻഡ് പീരിയഡിലെ എലിമെൻറ്റ്സിന് ഒരു അനോമലസ് ബിഹേവിയർ ഉണ്ട്. ഇത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ്. ദ സെക്കൻഡ് പീരിയഡ് ഓർ ദ ഫസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ദീസ് ഫാമിലീസ് ഹാവ് എ ഡിഫറെൻറ്റ് ബിഹേവിയർ ഫ്രം അതർ ഗ്രൂപ്പ്സ്. അതും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ എന്താ പറയുന്നത്? സെക്കൻഡ് പീരിയഡിലെ എല്ലാ എലിമെൻറ്റ്സിനും ഒരു അനോമലസ് ബിഹേവിയർ ഉണ്ട് കമ്പയർഡ് ടു അതർ ഗ്രൂപ്പ്. എന്തുകൊണ്ടാണ്? അതിന് കുറേ റീസൺസ് ഉണ്ട് പറയുന്നത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്മോൾ സൈസ്. നമുക്കറിയാം ഡൗൺ ദി ഗ്രൂപ്പ് സൈസ് ഓഫ് എൻ ആറ്റം ഇൻക്രീസസ്. അപ്പോൾ ഇവരിലെല്ലാവർക്കും എന്താണ് കമ്പയർഡ് ടു അതർ ഗ്രൂപ്പ്സ്? സ്മോൾ സൈസാണ്. കാരണം ഹൈഡ്രജൻ, ഹീലിയം കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു ഫുള്ളി ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് പീരിയഡ് എന്ന് പറയുന്നത് ഇവരാണ്. അപ്പോൾ ഒന്ന് അവർ ഇനോമലസ് ബിഹേവിയർ കാണിക്കുന്നത്, ഒന്ന് അവരുടെ സ്മോൾ സൈസ്. പിന്നൊന്ന് പറയുന്നത് അവരുടെ ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ ആണ്. ലാർജ് ടു ചാർജ് ടു റേഡിയസ്. ഇവരെ ചാർജ് കൂടുതലാണ്, പക്ഷേ ഇവരുടെ റേഡിയസ് എന്താണ്? എല്ലാവരെയും കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ സൈസ് കുറവാണ്. അപ്പോൾ റേഡിയസ് കുറവെന്ന് എന്താവും? ഇവർക്ക് ദേ ആർ ഹാവിങ് എ ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ ആണ്. പിന്നെ ഇവർക്ക് എന്ത് പറയുന്നത്? ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് കമ്പയർഡ് ടു അതർ എലിമെൻറ്റ്സ് ഓഫ് ദി ഗ്രൂപ്പ്. ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി അല്ലേ? ലിത്തിയം, സോഡിയത്തിനെക്കാട്ടും ലിത്തിയത്തിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ബിക്കോസ് ഓഫ് ഇറ്റ് സ്മോൾ സൈസ് ആകുമ്പോൾ ഗ്രേറ്റർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ഇലക്ട്രോൺ. പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ആണ്. ഇവർക്ക് എന്തില്ല? ഇവർ ഡി ഓർബിറ്റൽസ് ഇവർക്ക് ആർക്കുമില്ല. സോ ആബ്സെൻസ് ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽ. പിന്നെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ എബിലിറ്റി ടു ഫോം പി മൾട്ടിപ്പിൾ ബോണ്ടാണ്. ദേ ഹാവ് എ ടെൻഡൻസി ടു ഫോം നമുക്കറിയാം പൈ ബോണ്ടിങ്, പി മൾട്ടിപ്പിൾ ബോണ്ട് ടു ഇറ്റ് സെൽഫ് ആൻഡ് അതർ സെക്കൻഡ് പീരിയഡ് എലിമെൻറ്റ്സ്. ഇവർക്ക് അവരുടെ തന്നെ പി മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി അതർ എലിമെൻറ്റ്സുമായിട്ട് ഇവർക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം ഈ ലാസ്റ്റത്തെ 2 പോയിന്റിനെക്കാട്ടും നിങ്ങൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്മോൾ സൈസ്, ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ, ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ദീസ് ആർ സം ഓഫ് ദി അനോമലസ് ബിഹേവിയർ വിച്ച് ഇസ് ഷോൺ ബൈ സെക്കൻഡ് പീരിയഡ് എലിമെൻറ്റ്സ്. മനസ്സിലായോ? ഈ നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ചോദിച്ചത് കണ്ടോ? ഫസ്റ്റ് മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ഡിഫർ ഫ്രം ദി റെസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ദി സെയിം ഗ്രൂപ്പ് അക്കൗണ്ട് ഫോർ ദിസ്. അതായത് ഒരു ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് മെമ്പേഴ്സ് ബാക്കിയുള്ള എലിമെൻറ്റ്സിൽ നിന്നും വ്യത്യസ്തം, അല്ലെങ്കിൽ ദേ ഷോ അനോമലസ് പ്രോപ്പർട്ടീസ്. അതാണ് സെയിം തന്നെ. ഇത് സെക്കൻഡ് പീരിയഡ് ചോദിച്ചു. ഇത് ഫസ്റ്റ് മെമ്പർ കണ്ടോ? ലിത്യമാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് മെമ്പർ. ലിത്യം, സോഡിയം, ബെറീലിയം അറിയാലോ. ഇതാണ് സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് മെമ്പർ. പിന്നെ 13th വരുന്നത് ബോറോൺ ആണ്. കാർബൺ വരുന്നത് 14, നൈട്രജൻ 15, ഓക്സിജൻ 16. അപ്പോൾ കണ്ടില്ല ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ബാക്കി മെമ്പേഴ്സിൽ നിന്ന് അനോമലസ് ബിഹേവിയർ എന്തൊക്കെയാണ്? സ്മോൾ സൈസ്, ലാർജ് ചാർജ് ടു സൈസ് റേഡിയസ്, high electronegativity, they don't have vacant d orbitals, they can form p-pi bonding with themselves and with other elements of the group. മനസ്സിലായോ? അപ്പം ഇത് ഇങ്ങനെയും ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഇത് പ്രീവിയസ് ഇയർ 2019 20 അങ്ങോട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇയർ കറക്റ്റായിട്ട് ഓർമ്മയില്ല. പ്രീവിയസ് ഇയർ നമ്മുടെ നമ്മുടെ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിന് ചോദിച്ചത്. അതായത് എന്ന് പറഞ്ഞാൽ നിയോൺ ഹാസ് പോസിറ്റീവ് വാല്യൂ ഓഫ് 4 ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇത് ഏതൊരു കുട്ടിക്കും ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റാഡൺ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസാണ്. നോബിൾ ഗ്യാസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ദേ ഡോണ്ട് ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എനി കെമിക്കൽ റിയാക്ഷൻ ബിക്കോസ് ദേ ഹാവ് ഓൾറെഡി അറ്റൈൻ ദി 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്? Ne ഹാസ് പോസിറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ദാറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് വെൻ ആൻ ആറ്റം ആക്സെപ്റ്റ് 1 ഇലക്ട്രോൺ ആണ്. അപ്പോൾ വരുന്ന എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ട് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് എൻ ഇലക്ട്രോൺ ആണ്. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിൻ്റെ അർത്ഥം എന്താണ്?
it has a less tendency. Upper neon is having a less tendency to accept electron because it has already attained the 8 electrons in the outermost shell. This is the reason why neon is having high positive electron gain enthalpy. മനസ്സിലാവുന്നുണ്ടല്ലോ, കാരണം neon is already an element which is having 8 electrons in the outermost shell, that is, it is noble gases. So they do not like to participate in any chemical reaction. So they does not have a tendency to accept one more electron. This is the reason why they are having positive electron gain enthalpy. Simple ആയിട്ട് പറയുകയാണെങ്കിൽ due to the stable octet configuration of neon, അവർക്ക് stable ആയിട്ടുള്ള octet configuration ഉണ്ട്. ഇനി സൈസ് ഓഫ് Al3+ is lower than that of fluorine. ഫ്ലൂറിനെക്കാട്ടും അലൂമിനിയത്ത് Al3+ൻ്റെ സൈസ് കുറയും. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇലക്ട്രോൺസ് പോകുമ്പോഴാണ് എന്താവുന്നത്, അവിടെ പ്ലസ് ചാർജ് വരുന്നത്. അപ്പോൾ എന്താ, ഇവരുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ്. അതായത് 12 അലൂമിനിയം എന്ന് പറഞ്ഞ ഒരാൾ അവിടുന്ന് 3 ഇലക്ട്രോണിനെ പോവുകയാണ്. 3 ഇലക്ട്രോണിനെ പോകുമ്പോൾ എന്തായി, ഇവിടെ ഈ എഫക്റ്റീവ് ഉള്ളിലുള്ള ന്യൂക്ലിയേഴ്സ് അട്രാക്റ്റ് ചെയ്യുന്ന ന്യൂക്ലിയർ ചാർജ് കൂടും. The size of Al3+ is lower than that of fluorine. It is because the effective nuclear charge in aluminum increases. That is the reason it is having small size. കണ്ടോ, സിമ്പിളാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇതൊന്നും എനിക്ക് തോന്നുന്നത് ഇത് 2018 2018 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് നിയോണിൻ്റെത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി ഇതും ക്വസ്റ്റ്യൻ ചോദിച്ചു തന്നെ കേട്ടോ. ഇതെനിക്ക് തോന്നുന്നത് 2000, ഞാനിതിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളെ ചെയ്യിപ്പിക്കണത്. 2018 or 17 ഐ തിങ്ക് സോ. അതായത് ഐഡൻറ്റിഫൈ ദ പൊസിഷൻ ഓഫ് ദ പീരിയോഡിക് ടേബിൾ വിത്ത് അറ്റോമിക് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ആരൊക്കെയാണ് തന്നത്, അലൂമിനിയത്തിൻ്റെയും സൾഫറിൻ്റെയും അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് എന്താ പറയുക, ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് ഇവരുടെ ഐഡൻറ്റിഫൈ ദ പൊസിഷൻ ഓഫ് അലൂമിനിയം ഇൻ ദ പീരിയോഡിക് ടേബിളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ നമ്മളോട് ചോദിച്ചത്, നമുക്ക് അലൂമിനിയം തന്നിട്ടുണ്ട്. അലൂമിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ ഇസ് 13. അപ്പോൾ നമുക്ക് ഏത് ഗ്രൂപ്പിലാണ്, ഏത് പീരിയഡാണ്, ഏത് ബ്ലോക്കാണ്, നമുക്ക് സിമ്പിളാണ് ഇത് കേട്ടോ. നമ്മൾ 10th പഠിച്ചത് 1s2, എന്നിട്ടും അത് എക്സാം മാർച്ച് 2019 ചോദിച്ചു. 2p6, 3s2, 3p1. ഇതാണ് 2, 4, 6, 12, 13 ആണല്ലോ. നമുക്കറിയാം നമുക്ക് ഗ്രൂപ്പ് നമ്പർ വേണം, പീരിയഡ് നമ്പർ വേണം, പിന്നെ എന്താ വേണ്ടത്, നമുക്ക് ഏത് ബ്ലോക്കാണെന്നുള്ളത് വേണം അല്ലേ. ഏത് പീരിയഡാണ് നോക്കുക, നമ്മൾ ഏത് ഷെൽ നമ്പറിൽ അവരുടെ പ്രിൻസിപ്പൽ എനർജി ലെവൽ, അതായത് പ്രിൻസിപ്പൽ ഷെൽ നമ്പർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് നമ്മൾ നോക്കുക. അപ്പം ഈ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയും, ഗ്രൂപ്പ് നമ്പർ അല്ല കേട്ടോ, ഏത് പീരിയഡാണെന്നുള്ളത്. അതായത് ഞാനപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് PS, അതായത് പീരിയഡ് ഷെല്ലാണ് PS. ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഉള്ളത്, ഏത് ഷെല്ലെന്ന് പറഞ്ഞാൽ തേർഡ് ഷെല്ലാണോ, ഫസ്റ്റ് ഷെല്ലാണോ, സെക്കൻഡ് ഷെല്ലാണോ എന്നുള്ളത്. അപ്പം നമ്മൾ എന്തായിരുന്നു PS എന്ന് പറയുമ്പോൾ തേർഡ് പീരിയഡിൽ, കാരണം ഇവിടെ ഏത് പീരിയഡിലാണ് ഇലക്ട്രോൺസ് കിടക്കുന്നത്, തേർഡ് പീരിയഡിൽ. അപ്പം തേർഡ് പീരിയഡ്. ഇനി അടുത്തത് എന്താ, ഗ്രൂപ്പ് നമ്മൾ നോക്കുക ഔട്ടർമോസ്റ്റ് ഷെൽ, അതായത് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണോ ഉള്ളത് അതാണ്, അതായത് അവരുടെ സം. അതായത് ഇപ്പോൾ P ബ്ലോക്കിലാണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ടു ദ P ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയത് P ബ്ലോക്കിലാണ് ഉള്ളത്. ഏത് ബ്ലോക്കാണ്, P ബ്ലോക്കാണ്. ഇനി നമുക്ക് ഇവിടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഇത് P ബ്ലോക്കിലായതുകൊണ്ട് എലിമെൻറ്റ്സ് ഇൻ ദി S സബ് ഷെൽ ആൻഡ് P സബ് ഷെല്ലും കൂടെ ആഡ് ചെയ്തിട്ട് അതിനോടൊപ്പം 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഇവരുടെ ഗ്രൂപ്പ് നമ്പർ. ഇപ്പോൾ ഇവർ ഏത് ഗ്രൂപ്പിലുള്ളത് 13. എങ്ങനെ ചെയ്യും, അതായത് നമ്മൾ അതായത് ആ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് S സബ് ഷെല്ലിലെ ഇലക്ട്രോണും P സബ് ഷെല്ലിലെ ഇലക്ട്രോണും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 10 കൂടെ ആഡ് ചെയ്താൽ വി വിൽ ബി ഗെറ്റിംഗ് എന്ത് കിട്ടി, 13 ഇലക്ട്രോൺസ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അതായത് നമുക്കത് P ബ്ലോക്ക് ലാസ്റ്റ് ഇലക്ട്രോൺ സെൻറ്റേഴ്സ് ഉണ്ട് ദ P സബ് ഷെൽ. എന്നിട്ട് എന്ത് ചെയ്യണം, 12+1 എന്നുള്ളത് ചെയ്താലും മതി. ഈ 12 എന്താക്കിയെടുക്കുക, പെർമനൻ്റ് ആയിട്ടുള്ളൊരു നമ്പർ എടുക്കുക. ദാറ്റ് ഈസ് Pയിലാണ് ഇലക്ട്രോൺ ലാസ്റ്റ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ 12 പ്ലസ് ഏതാണ്, എത്ര ഇലക്ട്രോൺസ് ഉണ്ട് P സബ് ഷെല്ലിൽ, അത് വെച്ച് അങ്ങോട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഈ 10+2 കൺഫ്യൂഷൻ വേണ്ടത് ഞാൻ SSLCക്ക് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ക്ലാസ്സിൽ ഞാൻ 12+1, അതായത് 12 എന്ന് പറയുന്നത് ആദ്യം P ബ്ലോക്കിലാണെങ്കിൽ 12 + നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ P സബ് ഷെൽ അങ്ങോട്ട് എഴുതിയാൽ മതി. ഇനി അടുത്ത് നമ്മളോട് ചോദിക്കുന്നത്, നമ്മൾ പീരിയഡ് കണ്ടുപിടിച്ചു, ഗ്രൂപ്പ് കണ്ടുപിടിച്ചു, ബ്ലോക്ക് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഏതാ, സൾഫർ അവർ തന്നിട്ടുണ്ട് 16.
1s2, 2s2, 2p6, 3s2, 3p4. ഇതും സുഖമാണ്. ലാസ്റ്റ് ഇലക്ട്രോൺ സെൻറ്റേഴ്സ് വിത്ത് പി സബ്ഷല. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ്, ഏത് ഗ്രൂപ്പാണ്, ഏത് പീരിയഡാണ്, ഏത് ബ്ലോക്കാണ്. പീരിയഡ് പി എസ് എന്നാലോചിക്കുക. ഷെൽ നമ്പർ ഏത് ഷെല്ലിലാണുള്ളത്? തേർഡ് ഷെൽ. ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ്? നമ്മൾ പി ആണെങ്കിൽ 12 പ്ലസ് ഇലക്ട്രോൺസ് ഇൻ ദ പി, ദാറ്റ് ഈസ് ഈക്വൽ ടു 16th ഗ്രൂപ്പ്. ഇനി ഏതാ ബ്ലോക്ക്? ലാസ്റ്റ് ഇലക്ട്രോൺ സെൻറ്റേഴ്സ് ഇൻ ദ പി സബ്ഷെൽ, ഇറ്റ് ഇസ് ഇൻ ദ പി ബ്ലോക്ക്. കിട്ടിയല്ലോ. ഏത് വന്നാലും ചെയ്യാൻ പറ്റുമല്ലോ. സിമ്പിളാണ്. ഇനി അടുത്തത് ഇത് 2020 വന്ന ക്വസ്റ്റ്യൻ ആട്ടോ. നമ്മളിത് അങ്ങനെ വർക്കൗട്ട് ചെയ്തിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മളിതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇത് 2020 തന്നെയല്ല വന്നത്. യെസ്, ഇറ്റ് സെപ്റ്റംബർ 2020 വന്നതാണ്. കംപ്ലീറ്റ് ദ റിയാക്ഷൻ Na2O plus H2O, Cl2O7 plus H2O. ഐഡൻറ്റിഫൈ ദി എബവ് ഓക്സൈഡ്സ് ബൈ എക്സാമിനിങ് ദ പ്രോഡക്ട്സ്. നമുക്ക് ഈ ഓക്സൈഡ് എസിഡിക് ആണോ ബേസിക് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കണം? നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഇത് വെച്ചിട്ട്, അതായത് Na2 സോഡിയം ഓക്സൈഡ് പ്ലസ് H2 ആർക്കൊരു സോഡിയം ഓക്സൈഡും ഇതും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് NaOH ആണ്. പിന്നെ നമുക്ക് തന്നെ Cl2O7 പ്ലസ് H2O, ഇതും നമുക്ക് കിട്ടുന്നത് HClO4. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്താ? ദിസ് ഇസ് എ ബേസ് അല്ലേ. വെൻ ആൻ ഓക്സൈഡ് ഓഫ് എ സബ്സ്റ്റൻസ് ഡിസോൾവ് ഇൻ വാട്ടർ വി ആർ ഗെറ്റിംഗ് എ ബേസ്. ഇതെന്താ നമുക്ക് കിട്ടുന്നത്? എന്ത് പ്രൊഡക്റ്റാണ് കിട്ടുന്നത്? അസിഡിക് പ്രൊഡക്റ്റ് അല്ലേ കിട്ടുന്നത്. സോ Na2O ഇസ് ബേസിക് ആൻഡ് Cl2O7 ഇസ് അസിഡിക്. മനസ്സിലായോ? ബേസ്ഡ് അപ്പോൺ ദി പ്രൊഡക്റ്റ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നോ ടു ആസിഡ്സ്. ഓർമ്മയുണ്ടോ? നോ ടു ആസിഡ്, അതായത് നോൺ മെറ്റൽസിൻ്റെ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് എപ്പോഴും എസിഡിക് ആയിരിക്കും. നോൺ മെറ്റാലിക് ഓക്സൈഡ്, ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റലാണ്. അതിൻ്റെ ഓക്സൈഡ് എപ്പോഴും എസിഡിക് ആയിരിക്കും. അതിനാണ് ഞാൻ പറഞ്ഞത് നോ ടു ആസിഡ്. നോ എന്ന് പറഞ്ഞാൽ നോൺ മെറ്റാലിക് ഓക്സൈഡ്. അതായത് നോ ടു ആസിഡ് എന്ന് പറയുമ്പോൾ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് എന്താണ്? എസിഡിക് ഇൻ നേച്ചറാണ്. സോഡിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെറ്റൽ. അപ്പോൾ മെറ്റാലിക് ഓക്സൈഡ്സ് എപ്പോഴും എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. ഇതൊരു കോഡൊക്കെ ആയിട്ട് ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണോ? പിന്നെ ഇതിൽ മെയിനായിട്ട് ചോദിക്കുന്നത്, ഞാൻ പിന്നെയും അതൊന്നും പറയില്ല, വാട്ട് ആർ ദ ജനറൽ ട്രെൻഡ് ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി along a period, along a group, റൈറ്റ് എനി ടു നേച്ചർ ഓഫ് ദിസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നല്ലോണം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലോറിൻ ഇസ് ഹാവിങ് മോസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. പിന്നെ എന്താണ് ചോദിക്കുന്നത്? ഇതേപോലെ തന്നെ പിന്നെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബോറോൺ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് കാർബൺ. പിന്നെ ദ ഫസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ഡിഫേഴ്സ് ഫ്രം ദി റെസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി സെയിം ഗ്രൂപ്പ്. ഇതൊക്കെ പിന്നെയും പറയാത്ത എന്താ വെച്ചാൽ പിന്നെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രാഫ് വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് ചെയ്തല്ലോ, അതൊക്കെ ചെയ്തിട്ടുണ്ട്. റൈറ്റ് ദ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലിമെൻറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. N-1D 1 to 10, NS 0 to 2 ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ചോദിച്ചത്? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്നും പിന്നെയും പറയേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി കുറേ തവണ ഡിസ്കസ് ചെയ്ത് പിന്നെയും പറയുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചത് ഫോസ്ഫറസ് ഫോം PCl5 വൈൽ നൈട്രോജൻ കനോട്ട് ഫോം NCl5 നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണ്ടല്ലോ മോർ ദാൻ 100 കഴിഞ്ഞിട്ടുള്ള IUPAC നോമൻക്ലേച്ചർ ഓഫ് എലിമെൻറ്റ്സ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഗ്രാഫ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ മെന്റലീഫിൻ്റെ പീരിയോഡിക് ടേബിൾ ഡിസ്കസ് അബൌട്ട് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മെന്റലീഫ്സ് പീരിയോഡിക് ടേബിൾ എന്താണെന്നുള്ളത്. എന്തൊക്കെയായിരുന്നു? മെന്റലീസ് ക്ലാസിഫൈ ദ എലിമെൻറ്റ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദിയർ അറ്റോമിക് വെയ്റ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു മെന്റലീഫ്. ഹി പ്രപ്പോസ്ഡ് എ പീരിയോഡിക് ക്ലോസ് വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലിമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദിയർ അറ്റോമിക് വെയ്റ്റ്സ്. He arranged elements in horizontal rows and vertical columns in such a way that elements with the similar properties occupied in the same group. He mainly depended on the similarities of the empirical formula and the properties formed by the elements. He left some vacant places or gaps in the periodic table and predicted some of their properties. ഇതൊക്കെയായിരുന്നു മെന്റലീഫിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഓഫ് ദിസ് പീരിയോഡിക് ടേബിൾ. പിന്നെ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രോജൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ. അത് നമുക്കറിയാം, നമ്മൾ ചെയ്തിട്ടുണ്ട്.
പിന്നെ ആറ്റോമിക് റേഡിയസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ പീരിയഡ്. അത് 100 തവണ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹൂ ഇൻട്രൊഡ്യൂസ് ദ പീരിയോഡിക് ലോ ഓഫ് എലിമെൻറ്റ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം സ്റ്റേറ്റ് ദി ലോ. ആരാണ് പീരിയോഡിക് ലോ ഓഫ് എലിമെൻറ്റ്സ്? അപ്പം തന്നെ നമ്മുടെ പുതിയ പീരിയോഡിക് ലോ അല്ല, നമ്മളോട് ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദി ലോ ഓഫ് പീരിയോഡിക് ലോ ഓഫ് എലിമെൻറ്റ്സ്? ആരാ? മെൻഡലീവ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലിമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദിയർ ആറ്റോമിക് വെയ്റ്റ്സ്. അതായിരുന്നു ഫസ്റ്റത്തെ പീരിയോഡിക് ലോ. പിന്നെ ആരാ പീരിയോഡിക് ലോ കൊണ്ടുവരുന്നത്? പിന്നെ നമ്മൾ കൊണ്ടുവന്നത് മോഡേൺ പീരിയോഡിക് ലോ ആണ്. മോഡേൺ പീരിയോഡിക് ലോ ഓഫ് സ്റ്റേറ്റ്സ് ദാറ്റ് എന്തായിരുന്നു? ദ പ്രോപ്പർട്ടീസ് ഓഫ് എലിമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദിയർ ആറ്റോമിക് നമ്പർ. ഒന്ന് റീകോൾ ചെയ്തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെന്താ? ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. പിന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് നോബിൾ ഗ്യാസസ് ആർ 0. വൈ? പിന്നെ എ കാറ്റയോൺ ഈസ് സ്മോളർ ദാൻ ദ കറസ്പോണ്ടിങ് ന്യൂട്രൽ ആറ്റം വൈൽ ആനയോൺ ഈസ് ലാർജർ. ജസ്റ്റിഫൈ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ലെസൺ ഇത്രയൊക്കെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് വേറെയും കുറേ ലെസൺസ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാം. മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ടോളൂ. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമെയിൽ ചെയ്യാം. ഏതിൽ? easychemistryclass@gmail.com. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.